ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇപ്പോഴും കാണുന്നില്ല. ഇങ്ങനെ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻസൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് വിജയം കാണാൻ കഴിയും. കാരണം ഒരു 6 സ്വഭാവങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ 6 സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല, അധ്വാനിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറയുന്ന 6 സ്വഭാവങ്ങൾ നിങ്ങൾ തീർച്ചയായും കേൾക്കണം. നിങ്ങൾ എത്ര തന്നെ കഠിനമായി അധ്വാനിച്ചാലും ഈ 6 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പിറകോട്ട് വലിക്കുന്ന കയറുകളാണ്, അല്ലെങ്കിൽ കെട്ടിയിരിക്കുന്ന ചെങ്ങലകൾ പോലെയാണ് നമ്മൾ ശ്രമിക്കുന്ന പരിശ്രമങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ. സ്വന്തം പരാജയത്തെ ഉത്തരവാദിത്തമില്ലാത്തതുപോലെ മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുക. അതായത് സ്വന്തം പരാജയത്തെ മനസ്സിലാക്കാതെ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഒന്നാമത്തെ സ്വഭാവം. രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് സ്ഥിരതയില്ലായ്മ. ഈ സ്ഥിരതയില്ലായ്മ എന്ന് പറയുന്നത് ഒരു കാര്യത്തിനും സ്ഥിരതയില്ലായ്മ. അതായത് ഒരു കാര്യത്തിനും സ്ഥിരമായി നിൽക്കാതെ പെട്ടെന്ന് മടുത്ത് ഉപേക്ഷിച്ച് കളയുക. അതാണ് സ്ഥിരതയില്ലായ്മ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാറ്റത്തെ ഭയപ്പെടൽ, ഫിയർ ഓഫ് ചേഞ്ച്. അതായത് സുരക്ഷിത മേഖലയിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വിമർശനങ്ങളെ വ്യക്തിപരമായി എടുക്കൽ. അതായത് വിമർശനങ്ങൾ ഒരു പാഠമാണെന്ന് മനസ്സിലാക്കാതെ അതിനെ വ്യക്തിപരമായിട്ട് എടുക്കൽ. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കൽ, ഓവർ തിങ്കിങ് എന്നൊക്കെ നമ്മൾ പറയലില്ലേ. ഒരു കാര്യം ചിന്തിച്ച് അവരുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഓടുക, നമ്മളുടെ ശ്രദ്ധ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടിയിട്ട് നമ്മുടെ ടൈമും പോവുകയാണ്, അതുപോലെ നമ്മളുടെ ശ്രദ്ധയും നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നും ശ്രദ്ധ പോവുകയാണ്. അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം കളഞ്ഞിട്ട്. ഈ ഓരോ മോശ സ്വഭാവവും നിങ്ങളുടെ പുരോഗതി എങ്ങനെ തടയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് മുതൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങുക. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു കൂട്ടാതെ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ചിന്തിക്കുക. അതായത് വെറുതെ ഓവർ തിങ്കിങ്, അതായത് വേറുള്ളവരെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഇപ്പൊ നമ്മള് എന്താവും എന്നിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടാതെ എന്താണോ നമുക്ക് ശരി അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തം തെറ്റുകൾ ഉത്തരവാദിത്വം ഒക്കെ നമ്മൾ ഏറ്റെടുക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു സ്ഥിരത കാണിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 6 സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയുക. കാരണം ഈ 6 സ്വഭാവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അധ്വാനിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വിജയം ഉണ്ടാകില്ല. ഈ 6 സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ എടുത്തു കളഞ്ഞാൽ, ഇന്നു മുതൽ നിങ്ങൾ ഈ ഒരു സ്വഭാവങ്ങൾ എടുത്തു കളഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ 6 സ്വഭാവങ്ങൾ നിങ്ങൾ എടുത്തു കളയുക. എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥിരത വരുത്തുക. ഇപ്പോൾ ഇന്നൊരു കാര്യം ചെയ്തിട്ട് അത് നാളേക്ക് റിപ്പീറ്റ് ചെയ്യാതെ എപ്പോഴും ഇങ്ങനെ എനിക്ക് മടുത്ത്, എനിക്കത് ഇനി വേറെ കാര്യങ്ങൾ ചെയ്യണം, എനിക്കിനി ഇത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കിന്ന് ഇവിടെ പോകാൻ വയ്യ, എനിക്ക് മടുത്തു പോയി, അങ്ങനെയൊക്കെ ചിന്തിക്കണേക്കാളും നല്ലത് എല്ലാത്തിനും ഒരു സ്ഥിരത പാലിക്കാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങൾക്കും സ്ഥിരത ഉണ്ടാവണം, എന്നാലേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ മനുഷ്യരിൽ എല്ലാവരിലും കിടക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ, ഞാൻ എന്താ വിജയിക്കാത്തത്, എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത് എന്ന് ഇപ്പോഴും ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.